35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നല്ലൊരു ക്ലാസ്സാണ്, നല്ല രസമാണ് പഠിക്കാനൊക്കെ. ഞങ്ങൾ 8th നിന്നാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പറയുകയാണെങ്കിലും കുറേ ക്ലിയർ ആവാണ്ട് ഇതിന് ഇങ്ങനെ രീതി വരിക എന്ന് പറയാണ്ട് തന്നെ കുറേ ഇക്വേഷൻസ് പറഞ്ഞു തരാൻ ചെയ്യുള്ളൂ. ഇവിടെ കണ്ട് കറക്റ്റ് ഡിറൈവ് തന്ന് കറക്റ്റായി ഇക്വേഷൻ അങ്ങനെ വന്ന് നല്ല രസത്തിൽ പഠിക്കാൻ പറ്റും. ഒക്കെ മനസ്സിലാക്കിയിട്ട് വെള്ളം പഠിക്കാൻ പറ്റും. നല്ല ഇമ്പ്രൂവ് ആയിട്ട് നല്ല ഒരു ഫ്ലോയിലാണ്ട് പോകാൻ പറ്റും. പിന്നെ കുറേ ഫ്രണ്ട്സിനെ കിട്ടും. നല്ല രസമാണ്, നല്ല ക്ലാസ്. എൻ്റെ മോള് സിജി ക്ലാസ്സിന് പങ്കെടുപ്പിച്ചിട്ട് ഇപ്പോൾ 8ാം ക്ലാസ് മുതൽ വരൽ തുടങ്ങിയതാണ്. നല്ല ക്ലാസ്സാണ്, നല്ല വിദഗ്ധരായ അധ്യാപകരാണ്. അതുകൊണ്ട് നല്ല മൂല്യങ്ങളുണ്ട്, അവർക്ക് നല്ല അറിവ് കിട്ടുന്നുണ്ട്. നല്ല ക്ലാസ്സാണ്, എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. വരുന്ന ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര ഹൈ ലെവലിലുള്ളവരാണ്. നല്ല അറിവ് കിട്ടുന്നവർക്ക് വരാനൊരു മടിയൊന്നുമില്ല. ഞാനിവിടെ AV സ്കൂളിലാണ് പഠിക്കുന്നത്. ഇങ്ങനൊരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു പ്രൊജക്റ്റാണ്. IIT, എയിംസ് എന്നീ കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനൊരു പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ വളരെ ഉപകാരപ്പെട്ടതാണ്. എനിക്ക് തന്നെ ഇതൊരു വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. പല ക്ലാസ്സുകളും എന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ ക്ലാസ്സുകളെല്ലാം വ്യത്യസ്ത തരം ഫാക്കൽറ്റികളെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇവർ നടത്തി വരുന്നുണ്ട്. 2 വിദ്യാഭ്യാസ ഏജൻസികളാണ്. ഒന്ന് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, മറ്റൊന്ന് സിജി. 2 പ്രസ്ഥാനവും കഴിഞ്ഞ വർഷങ്ങളോളമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപം കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകൾക്ക് അവർക്ക് അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ MES സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഒന്നാണ് പൊന്നാനി MES കോളേജും MES സ്കൂളും. വളരെ പിന്നോക്കുന്ന പ്രദേശങ്ങളാണ്. അങ്ങനെ തീരദേശ മേഖലയിൽ വളരെ പിന്നോക്കുന്ന വിദ്യാർത്ഥികൾ പൊന്നാനിയിലുണ്ടെന്ന് മനസ്സിലാക്കി സിജി അവരുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിലെ എത്രമാത്രം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം മുടങ്ങി ഉന്നത മേഖല എത്താതെ പോകുന്നുണ്ട് എന്ന് സിജി MESുമായി സഹകരിച്ച് ഒരു സർവേ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ബോധ്യമായ ഒരു സംഭവം, 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഏതെങ്കിലും ഡിഗ്രി എടുത്ത് വീട്ടിലിരിക്കുക എന്നുള്ള സമീപനമാണ് ഇവിടുത്തെ രക്ഷിതാക്കളും അതുപോലെ പൊതുസമൂഹം സ്വീകരിച്ചിരുന്നത്. അത് മാറ്റം വരുത്തണം. ഉന്നത മേഖലയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രധാന സ്ഥാപനങ്ങൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ, അത് ലോകത്തിന് മാതൃകയാണ്. അവരൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ പൊന്നാനിയിൽ മാത്രം ഒതുങ്ങി പാടില്ല. അവർക്ക് അവസരം ലഭിക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ അവസരം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ ഈ സിജിയും MESും സഹകരിച്ച് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 8ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളെ, മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഈ ട്രെയിനിങ് ക്ലാസ് നൽകുക, അവരെ മാത്സും സയൻസും പഠിപ്പിച്ച് പ്രാപ്തരാക്കുക, സാമൂഹ്യ ബോധ്യം വളർത്തുക എന്ന ലക്ഷ്യം അതിൻ്റെ കൂടെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഇന്ന് നമ്മുടെ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്ലാസ്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു തെറ്റായ പ്രവണതയുണ്ട്. +2 കഴിയുക, MBBS പോവുക, നീറ്റ് കോച്ചിങ്ങിന് പോവുക, കോച്ചിങ് ക്ലാസ്സുകൾ ശക്തിപ്പെടുക എന്നുള്ള അർത്ഥത്തിലേക്ക് അതിനെ ക്യാൻവാസ് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട്. അതല്ല വിദ്യാഭ്യാസം, അത് മാത്രമല്ല വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം ഇന്ത്യയിലെ തന്നെ ലോകത്തിൽ തന്നെ പല കേന്ദ്രങ്ങളിൽ എത്തപ്പെടാൻ, ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിവുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പൊന്നാനിയിൽ തന്നെയുണ്ട്. അവരെ കണ്ടെത്തുക, അവരെ പ്രോത്സാഹനം നൽകുക. ഇന്ത്യയിൽ തന്നെ പ്രമുഖ വിദ്യാഭ്യാസ ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ കിടപിടിക്കുന്ന രൂപത്തിൽ അതിലും ഉന്നതമായ പ്രവർത്തന മേഖല കണ്ടെത്തിയാണ് സിജി പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. പൊന്നാനി പരിസര പ്രദേശത്തുള്ള തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവർ സമീപിക്കുകയും അവിടുത്തെ പ്രധാനാധ്യാപികളെ കണ്ടെത്തി മിടുക്കരായ വിദ്യാർത്ഥികളെ പൊന്നാനി ഇവിടെ എത്തിക്കുകയും അവർക്ക് നൽകുന്ന ക്ലാസ്സിന് നടത്തുന്ന ഈ സിജിയെയും MES പൊന്നാനിയെയും അഭിനന്ദിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പൊന്നാനി താലൂക്ക് സിജി ചാപ്റ്ററിൻ്റെ മിഷൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോജക്റ്റ് അതിൻ്റെ ക്ലാസ്സുകൾ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. മിഷൻ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മുടെ പ്രധാന എയിം എന്ന് പറയുന്നത് മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് കേരളത്തിലെ കുട്ടികളെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ കുട്ടികൾക്ക്
മത്സരക്ഷമത വളരെ കുറവാണ്. സ്കൂൾ പരീക്ഷയിൽ ബോർഡ് എക്സാമിൽ അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷനിൽ അവർ വളരെ നന്നായി പെർഫോം ചെയ്യുമെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ മത്സര പരീക്ഷകളിൽ പിന്നിലാണ്. ഇതിൻ്റെ കാരണം 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ലേറ്റർ പ്രിപ്പറേഷൻ എന്ന് പറയും. അതായത് +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികൾ പലരും മത്സര പരീക്ഷകളെക്കുറിച്ച് ചിന്തിക്കുന്നത്. രണ്ടാമത്തത്, ഇതിൻ്റെ ഒരു അവയർനെസ് ഇല്ല. ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ IIT, ഐസർ, IIMs അങ്ങനെയുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വേണ്ടത്ര അവയർനെസ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് 8ാം ക്ലാസ്സിൽ നിന്ന് തന്നെ കുട്ടികളെ തിരഞ്ഞെടുത്ത് 4 വർഷം കൃത്യമായി അവർക്ക് പരിശീലന ക്ലാസ്സുകളും ഓറിയൻറ്റേഷനൊക്കെ കൊടുത്ത് അവർ 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കുക. അതോടൊപ്പം തന്നെ അവരിൽ മത്സരക്ഷമത, കോമ്പറ്റൻസി, അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി, മൊറാലിറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്തിയെടുക്കുന്ന നല്ലൊരു സിറ്റിസൺസായിട്ട് വളർത്തുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം. ഇവിടെ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് MES ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലുണ്ട്. അദ്ദേഹം ഇന്നൊരു അവധി ദിവസമാണ്, പക്ഷേ ക്യാമ്പസിൽ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സജീവമായി ഏത് സമയത്തും ക്യാമ്പസിലുണ്ടെന്ന് ഈ സ്കൂളിൽ ഇന്ന് കാണുന്ന പുരോഗതിയിലേക്ക് ഉയർത്തിയെടുത്തിയ MESൻ്റെ പ്രിൻസിപ്പൽ സാറുണ്ട്. നമ്മൾ അദ്ദേഹത്തിലേക്ക് നീങ്ങുകയാണ്. പൊന്നാനി താലൂക്ക് സിജി, അതുപോലെ തന്നെ പൊന്നാനി താലൂക്ക് MES താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന പ്രോഗ്രാം കഴിഞ്ഞ വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ നടക്കുന്നു. വളരെ ചിട്ടയായ രീതിയിൽ അവധി ദിവസങ്ങളിൽ മികച്ച ഫാക്കൽറ്റീസിനെ വെച്ചുകൊണ്ട് നമ്മുടെ പൊന്നാനിയിലെ വിദ്യാർത്ഥികളെ 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സാധ്യമാകുന്ന രീതിയിലുള്ള ട്രെയിനിങ് വളരെ ഭംഗിയായി നൽകുന്നു. വളരെ ചിട്ടയായിട്ടാണ് ഓരോ ദിവസവും പ്രോഗ്രാം നടക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ സിജിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. പൊന്നാനി മിഷൻ ഹയർ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഈ CUT പ്രോഗ്രാംസൊക്കെ വളരെ എഫക്റ്റീവും യൂസ്ഫുള്ളുമാണ്. ഇതൊരു 4 വർഷ പ്രോഗ്രാമാണ്. ഇത് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിന് പുറത്ത് പഠിക്കാമെന്നുള്ള ആഗ്രഹം അതെന്തായാലും നടക്കും. പിന്നെ ഈ വളരെ ടാലൻറ്റഡായ ടീച്ചേഴ്സും സാറും ഒക്കെ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നല്ല അടിപൊളി ക്ലാസ്സസാണ് എല്ലാതും. നസ്രുദ്ദീൻ, ഇവിടെ പൊന്നാനി തന്നെയാണ്. എൻ്റെ 2 മക്കൾ ഈ CUT എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. സിജി പൊന്നാനി നടത്തുന്ന ഈ പ്രോജക്റ്റ് ആക്ച്വലി ഒരുപാട് കുട്ടികൾക്ക് ഇത് വളരെയധികം യൂസ്ഫുള്ളാണ്. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ പുറത്ത് പഠിക്കുക എന്നുള്ളതൊരു ഡ്രീമാണ്. ഞങ്ങളുടെ കാലത്തൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിൽ എൻ്റെ 2 മക്കൾ ഇതിലുണ്ട്. അവർ എൻട്രൻസ് കഴിഞ്ഞു, എടുത്തു. ഏകദേശം നല്ല പ്രോജക്റ്റ്. ഇപ്പോൾ ഓൾറെഡി 2 വർഷം കഴിഞ്ഞു. ഇനി അവർ +2 കഴിയുന്നത് വരെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഈ 4 വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തോളം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡ്രീമാണ്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ വളരെ ഹാപ്പിയാണ്. അവരെ സ്കൂൾ പഠനത്തിന് ഇത് ഉപകരിക്കുന്നുണ്ട്. ഭാവിയിൽ CUET സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് മാത്രമല്ല, വേറെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ക്ലാസ്സുകൾ ഉപകരിക്കുന്നുണ്ട്. ഇവർ ചെയ്യുന്നത് വല്ലാത്തൊരു ഒരു എഫേർട്ടാണ്. ഒരു മിഷൻ. അത് മുന്നോട്ട് പോകണം. കൂടുതൽ കുട്ടികൾ അടുത്ത വർഷം പുതിയ ബാച്ചും തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ക്ലാസ് നന്നായി പോകുന്നു, നല്ലതാണ്. സ്കൂളിൽ എടുക്കുന്ന കാട്ടിയും നന്നായിട്ട് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞങ്ങൾക്കിവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കുള്ള കോച്ചിങ് ആണ് തരുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് അടിപൊളി ക്ലാസ്സാണ്. ക്ലാസ്സിനെ കുറിച്ചാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള ഒരു ഐഡിയ അതൊക്കെ ഇവിടെ വന്നിട്ടാണ്. ഇവിടുന്ന് പിന്നെ കുസാറ്റിക്ക് ഒരു ടൂർ പോയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഓരോരോ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ഭാവി ലക്ഷ്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടുത്തെ പഠിത്തം. എന്തായാലും അടിപൊളിയാണ്. ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ വരാൻ നല്ല ഇഷ്ടമാണ്. കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇവിടുത്തെ സാറുമാരൊക്കെ വരുമ്പോൾ ഫുൾ അടിപൊളിയാണ്. നല്ല മനസ്സിലാക്കി തരും. ഓരോ ഇക്വേഷൻസൊക്കെ കുറേ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ ഇക്വേഷൻസൊക്കെ പറഞ്ഞു തരും. പിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും നല്ല ക്ലിയർ ആയിട്ടാണ് അവർ പറഞ്ഞു തരുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത്, നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാമിലാണെങ്കിൽ മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. അത് ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, മറ്റ് സബ്ജക്റ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന മാത്സിൽ ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഫൗണ്ടേഷൻ മുതൽ സ്പീഡ് ആൻഡ് അക്യുറസി ഡെവലപ്പ് ചെയ്യാനും, അതേപോലെ മാത്തമാറ്റിക്കൽ ഫോർമുല മെമ്മറൈസ് ചെയ്യാനുള്ള കുറേ ടെക്നിക്കുകളും സ്പീഡും അക്യുറസിയിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നോർമലി പ്രത്യേകിച്ച് മെൻ്റൽ എബിലിറ്റി പോലുള്ള ഏരിയാസ് ടെക്സ്റ്റ് ബുക്കെന്നോ അല്ലെങ്കിൽ ക്ലാസ് റൂമെന്നോ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതും കൂടെ കിട്ടിയാൽ ഇവർക്ക് ഹയർ എഡ്യൂക്കേഷന് മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനെല്ലാം വളരെ യൂസ്ഫുൾ ആകും. അത്തരത്തിലുള്ള കണ്ടന്റുകളാണ് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എഞ്ചിനീയർ ഉസ്മാൻ, ഞാൻ സിജിയുടെ
സിജിയും പൊന്നാനി MES കൂടി സംയുക്തമായിട്ട് നടപ്പിൽ വരുത്തിയ മിഷൻ ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രാം ഡയറക്ടറാണ്. ഞങ്ങൾ 2022 ഈ തീരദേശത്തുള്ള പൊന്നാനി തീരദേശത്തുള്ള ആ സമയത്ത് വിദ്യാഭ്യാസ നിലവാരത്തിൽ വളരെയധികം തകർച്ച നേരിട്ടു. അപ്പോൾ അത് മനസ്സിലാക്കി കുട്ടികൾ 12ാം ക്ലാസ്സിന് ശേഷം മത്സര പരീക്ഷകളിലോട്ട് പോകുന്നതിനുള്ളൊരു ഫൗണ്ടേഷൻ കോഴ്സ് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് സിജിയും MES കൂടി ചേർന്നിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. 2023 ഫെബ്രുവരിയിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ 7ഓളം ഹൈസ്കൂളുകളിൽ നിന്ന് 250 കുട്ടികൾ മത്സരിച്ച ഒരു മത്സര പരീക്ഷയിലൂടെ നമ്മൾ 50 കുട്ടികളെ തിരഞ്ഞെടുത്തു ഇൻ്റർവ്യൂവിന് ശേഷം. ആ കുട്ടികൾക്ക് ഇപ്പോൾ 2 കൊല്ലമായി ക്ലാസ് നടക്കുന്നുണ്ട്. പുതിയൊരു ബാച്ചിനെ ഇപ്രാവശ്യം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പുതിയൊരു ബാച്ചിനെ തിരഞ്ഞെടുക്കാനുള്ള ഉദ്യമത്തിലാണ് നമ്മളിപ്പോൾ. ഈ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനെ സംബന്ധിച്ചും ഏതൊക്കെ പരീക്ഷകൾ കാലേക്കൂട്ടി പ്രിപ്പയർ ചെയ്യണം. മറ്റുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തെലുങ്കാന, ആന്ധ്രാപ്രദേശ് അവിടങ്ങളിലൊക്കെ JEE നീറ്റിനൊക്കെ ഉള്ള കുട്ടികളുടെ പ്രിപ്പറേഷൻ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെയാണ് അവിടെ തുടങ്ങുന്നത്. അതിനനുസരിച്ച് അവർക്ക് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. IIT മദ്രാസിൽ പോയി കഴിഞ്ഞാൽ 3/4 ഭാഗവും ആന്ധ്രക്കാരാണ്, തെലുങ്കാനക്കാരാണ്. അതിന് കാരണം അവർ കാലേക്കൂട്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് സ്കൂൾ പഠനത്തോടു കൂടി അവിടെ കുട്ടികളെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഡീപ്പിൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പഠനങ്ങൾ നേരത്തെ തുടങ്ങണം. അല്ലാതെ +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് എന്നുള്ള പരിപാടി കേരളത്തിലല്ലാതെ വേറെ എവിടെയും ഇല്ല. ഇപ്രാവശ്യത്തെ കീമിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സ്കൂൾ ഗോയിങ്ങിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് 3/4 ഭാഗവും അതിൽ 75% ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. റിപ്പീറ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ പഠനത്തോടു കൂടി പഠനത്തിൻ്റെ സമയത്ത് തന്നെ ഫൗണ്ടേഷൻ കോഴ്സും കൂടി ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഭാവി അവരെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെയധികം സബ്സിഡൈസ് ചെയ്തിട്ടുള്ള ചെറിയൊരു കോസ്റ്റ് മാത്രമേ കുട്ടികളിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. ബാക്കി സന്നദ്ധ സംഘടനകളിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.